നമസ്കാരം, ഞാൻ ശാലിൻ എലിസബി. മക്കളുടെ പേര് ചേർത്തറിയപ്പെടുന്ന ഒരമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടായിരിക്കാം. ഞാനൊരു ഓൺടർപ്രണറാണ്. അതിൽ നിന്നൊരു സോഷ്യൽ ഓൺടർപ്രണറായി ഇന്നൊരു സീരിയൽ ഓൺടർപ്രണറായി നിൽക്കുമ്പോൾ ആസ് എൻ ഓൺടർപ്രണർ ഞാൻ ഒരിക്കലും പറയില്ല ഐ എം എ സക്സസ്ഫുൾ ഓൺടർപ്രണർ എന്ന്. ബട്ട് ഐ എം എ സക്സസ്ഫുൾ വുമൻ ആൻഡ് എ സക്സസ്ഫുൾ മദർ ടു. ഞാൻ പറയുന്നത് സക്സസ് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു സെൽഫ് ലവിലാണ്. ഞാൻ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ വുമണായി മാറിയതെന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായത് കൊണ്ടാണ്. 2010 പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ, ജീവിതത്തിൽ ഉണ്ടായ ഒരു തിരിച്ചടിയിൽ ഞാനും എന്റെ മക്കളും ഞാനറിയാത്ത തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടു പോയത്. 0 നിന്ന് തുടങ്ങിയ ഞങ്ങൾ 24/7 ജോലി ചെയ്ത് ഒരു ഫൈനാൻഷ്യലി വെൽ ഡിസിപ്ലിൻ ആയിട്ട് പോയത് കൊണ്ട് തന്നെ ഇന്ന് എന്റെ മകൾ ഒരു ഡോക്ടറാണ്. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിപ്പോകുമോ എന്ന് ചിന്തിച്ച മകൻ ഇന്നൊരു മെക്കാനിക്കൽ എഞ്ചിനീയറും, അത് കൂടാതെ എറണാകുളത്ത് കഫേ OTT എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടറുമാണ്. ഹീസ് ജസ്റ്റ് 24 years old. അപ്പൊ ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് നമ്മളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിൽ നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ നമ്മുടെ ലോകം മുഴുവൻ തകർന്നു പോകുന്ന ഒരു സമയം. അന്ന് 18 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് തുടങ്ങിയ സ്ഥാപനം തുടങ്ങുന്നതിന്റെ അന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ജീവിതമേ തീർന്നു. പക്ഷെ 2025 വന്ന് നിൽക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് വെളിയിലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് ശാലിൻസ് ക്രിയയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി പോയതുകൊണ്ട്. സെൽഫ് ഡിസിപ്ലിൻ ഈസ് മീനിങ് ബൈ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ തന്നെയാണ്. ഇന്ന് സോഷ്യൽ ഓൺടർപ്രണർ ആയിട്ട് മാറി. അതിൽ നിന്ന് ചോറ്റുപാത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നു. ശാലിൻസ് വാർഡ്രോബ് എന്ന് പറയുന്ന കേരളത്തിന് പരിചയപ്പെടുന്ന വാർഡ്രോബ് ഉണ്ടാകുന്നു. ഒരു ഇൻഡിപെൻഡൻസി ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്ന സ്ത്രീകളെ ശക്തമാക്കി കൂടെ നിന്നുകൊണ്ട് അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റില് പെൺമ പെരുമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നു. പുതിയതായിട്ട് ഇനിയും വരാനിരിക്കുന്നു ചിലത്. ഇൻവെസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണ്. ആ ഇൻവെസ്റ്റ്മെന്റുകള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കായി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് തയ്യാറാക്കണം. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നതാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഉണ്ടാവേണ്ടതാണ് കേട്ടോ. ഒരിക്കലും സ്ത്രീയുടെ മാത്രം കുത്തകയല്ല എംപവർമെന്റ്. നമ്മുടെ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് നേടേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 2020 മാർച്ച് 23 ഒന്നുമല്ലാതിരുന്ന, ആരും അറിയാതിരുന്ന ഞാൻ ഇന്ന് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ കേരള പാഠ്യപദ്ധതിയിൽ, സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ഒരു പഠന വിഷയമായി മാറിയിട്ടുണ്ട് എങ്കിൽ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്റെ ബിസിനസ് ഐഡിയ എടുത്തുകൊണ്ട് അവരുടെ MBA സ്റ്റുഡൻസിനെ പാഠം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, വെറും ഒരു പെണ്ണായി നിന്നുകൊണ്ട് എന്റെ ഇൻഡിപെൻഡൻസിൽ ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ആയിട്ട് പോയത് കൊണ്ടാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സർവൈവർ അല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്? ഒരു സ്ത്രീയുടെ വിജയം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വളർച്ചയിൽ അവളെ കൂടുതലായിട്ട് അവൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോകുന്ന 1-2 അവസരങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൈസിസ് അല്ല നിങ്ങളെ സ്ട്രോങ് ആക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിതമാണ് നിങ്ങളെ സ്ട്രോങ് ആക്കുന്നത്. അപ്പൊ ആ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിനോടുകൂടി പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സോ ബി എ വുമൻ. എന്താ പറയുന്നത്, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. So all these things, I am a successful woman and successful mother. On the other hand, yes, I am a successful entrepreneur too. Thank you.